Good morning and good evening. How are you everybody? നിങ്ങൾ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. Holy Spirit that changes your situation. സ്ഥിതി മാറ്റുന്ന പരിശുദ്ധാത്മാവ്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം വായിക്കുമ്പോൾ, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴും ശൂന്യമായി ഇരുന്നു. ആഴത്തിന്റെ മീതെ ഇരുളുണ്ടായിരുന്നു. ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്റെ മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. ദൈവാത്മാവ് പാഴായ ഭൂമിയിൽ ഇരുളായിരുന്ന വെള്ളത്തിൽ പ്രവർത്തിച്ചപ്പോൾ അവിടുത്തെ സാഹചര്യങ്ങൾ മുഴുവനും മാറി. നമ്മുടെ ജീവിതത്തിന്റെ സകല സാഹചര്യങ്ങൾക്കും മാറ്റം വരുത്തുവാൻ വേണ്ടിയാണ് കർത്താവ് പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നത്. പിതാവിനെ പോലെ പുത്രനെ പോലെ പ്രാധാന്യമുള്ളത് തന്നെയാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവിൽ നിറയുക, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പ്രാർത്ഥിക്കുക, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പ്രസംഗിക്കുക. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. അതില്ലാതെ നമുക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. അതുകൊണ്ടാണ് യേശു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്, എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി നിങ്ങൾ കാത്തിരിക്കണം. എന്താണ് ആ വാഗ്ദത്തം? അപ്പോസ്തല പ്രവൃത്തി 2:1 മുതൽ വായിക്കുമ്പോൾ എഴുതിയിരിക്കുന്നു, പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചുകൂടിയിരുന്നു. അവരൊരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഭയങ്കര ഒരു കാറ്റ്, അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ പ്രത്യക്ഷപ്പെട്ടു. അവരിൽ വ്യത്യാസം കൊണ്ടുവരുന്ന പരിശുദ്ധാത്മാവ്, വ്യത്യാസം കൊണ്ടുവന്ന പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് ഇറങ്ങിയപ്പോൾ അവരുടെ ജീവിതത്തിൽ മാറ്റം വന്നു. യേശു പത്രോസിനോട് പറഞ്ഞു, ഞാൻ നിന്നെ മനുഷ്യനെ പിടിക്കുന്നവരാക്കും. മത്സ്യത്തെ പിടിക്കുന്ന പത്രോസ് എങ്ങനെ മനുഷ്യനെ പിടിക്കാൻ പറ്റും? പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ തന്റെ ജീവിതത്തിൽ വലിയ മാറ്റം സംഭവിച്ചു. പരിശുദ്ധാത്മാവിന്റെ നിറവിൽ താൻ പ്രസംഗിച്ച പ്രസംഗത്തിൽ 3000 മനുഷ്യരെ പിടിക്കാനിടയായി. എങ്ങനെ പിടിച്ചു? അവർ രക്ഷിക്കപ്പെട്ടു, അവർ സ്നാനപ്പെട്ടു, അവരിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചു. 3000 കഴിഞ്ഞ് 5000 പേരായി തീർന്നു. ഇത് സംഭവിച്ചത് പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ വരുത്തുന്ന വ്യത്യാസമാണ്. പരിശുദ്ധാത്മാവിൽ നിറയുക, വർഷിപ്പ് ചെയ്യുക, പ്രാർത്ഥിക്കുക, ആത്മനിറവിന് പ്രാധാന്യം കൊടുക്കുക. അങ്ങനെയുള്ള സഭകൾ, വ്യക്തികൾ വളരുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഒരു വലിയ ആത്മാവിന്റെ ഗ്രോയിങ്, വളർച്ച, അതിലേക്ക് കർത്താവ് നമ്മെ കൊണ്ടുപോകാൻ പോകുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് ആത്മാവിൽ വളരുവാൻ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്, എത്ര പേർക്ക് താല്പര്യമുണ്ട്? ആത്മാവിൽ വളരുമ്പോൾ നമ്മുടെ സിറ്റുവേഷൻസ് വിൽ ബി ചേഞ്ച്. നമ്മുടെ സകല സാഹചര്യങ്ങളും മാറുവാൻ ഇടയായിത്തീരും. ഇതുവരെ പരിശുദ്ധാത്മാവിൽ നിറയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ മെസ്സേജ് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കൂ. നിങ്ങളെ പരിശുദ്ധാത്മാവിൽ കർത്താവ് നിറയ്ക്കും. നിങ്ങളുടെ സാഹചര്യങ്ങൾ മാറും. മെലേക്ക് പ്രയർ മൗണ്ടനിൽ, in Melek Prayer Mount, 24 മണിക്കൂർ പ്രാർത്ഥിക്കുന്നു. we have been praying 24 hours. നിങ്ങൾക്ക് ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും, You have all the facilities here that you could come and pray. നിങ്ങൾക്ക് ദൈവ സാന്നിധ്യം റിയലായിട്ട് അനുഭവിക്കാൻ കഴിയും. You can really experience the presence of God in this place. നിങ്ങൾ കടന്നു വരിക. Please come. ഫാസ്റ്റ് ചെയ്യാൻ ഇവിടെ അവസരങ്ങളുണ്ട്. You have opportunity to take fasting in this place. എല്ലാ സാറ്റർഡേയിലും Every Saturday, ഈവനിങ് 5 മണി മുതൽ 6:30 വരെയുള്ള സമയങ്ങളിൽ മെലേക്കിന്റെ സൂം മീറ്റിംഗ് നടക്കും.
We have a Malay Zoom meeting which will start from 5 and will end up at 6:30. നിങ്ങൾ എല്ലാവരും ഇതിൽ ജോയിൻ ചെയ്യുക. We invite you to join in this meeting. ഈ മീറ്റിംഗിലൂടെ അനേകം യേശുവിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. Many people are coming to Christ through this meeting. എല്ലാ മൺഡേയിലും ഒരു വേൾഡ് പ്രയർ 10 മണി മുതൽ 12 വരെ നടക്കും. Every Monday we have a world prayer from 10 a.m. to 12 a.m. നിങ്ങൾക്കും അതിൽ ജോയിൻ ചെയ്യാം. You also can join in it. എല്ലാ ദിവസവും രാവിലെ 3:30 മുതൽ 6:30 വരെ മോർണിംഗ് പ്രയർ ഉണ്ട്. സജിനി സാമച്ചൻ ആ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നു. നിങ്ങൾ എല്ലാവരും അതിൽ ജോയിൻ ചെയ്യും. Every morning on Zoom we have a prayer meeting from 3:30 to 6:30. Sister Sajini Samachan is leading that meeting. You also can join in it. It will be a blessing in your life. എല്ലാ വെനസ്ഡേയിലും ഈവനിങ്ങിൽ 7 മണി മുതൽ 8:30 വരെ ഹിന്ദി മീറ്റിംഗ് നടക്കും. നിങ്ങളെല്ലാവരും ആ ഹിന്ദി മീറ്റിംഗിൽ ജോയിൻ ചെയ്യാൻ ഓർപ്പിക്കുന്നു. അപ്പോൾ തന്നെ നോർത്ത് ഇന്ത്യയിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഹിന്ദി ഭാഷക്കാരെ കൂടെ അതിൽ ജോയിൻ ചെയ്യിപ്പിക്കുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. Every Wednesday we have a Hindi service which is on Zoom from 7 p.m. to 8:30 in the evenings. So you can join in it and you can invite more people from the North Indian places. So it will be a blessing for all of us. നിങ്ങൾക്ക് ഈ മിനിസ്ട്രിയെ സഹായിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ If you would like to help this ministry, ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക. നിങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിയോ ബർത്ത്ഡേയോ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഈ മിനിസ്ട്രിയിൽ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാം. കർത്താവ് നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. God bless you. Love you. you can contact us through the office number which is mentioned below. If you're celebrating your wedding anniversary, your birthday, or any other function alike, we will pray for you. You can support this ministry and it will be a blessing in your life. You become a part of this ministry through it. May the Lord bless you all. May God bless you all.